ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താസന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. 24-ന്റെ ബിഗ് ബ്രേക്കിംഗിലാണ് നമ്മൾ തുടങ്ങുന്നത്. പ്രായപരിധി മാനദണ്ഡത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇളവ് തുടരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രായപരിധിയിൽ ഇളവുള്ള രാജ്യത്തെ ഏക നേതാവ് പിണറായി വിജയനാണെന്നും MV ഗോവിന്ദൻ 24-നോട് പറഞ്ഞു. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പിണറായി വിജയന് നൽകിയ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേൾക്കാം ആദ്യം. ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രായപരിധി കഴിഞ്ഞ ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇളവ് കൊടുക്കുമോ? അത് സംസ്ഥാനത്താണോ തീരുമാനിക്കുന്നതോ അദ്ദേഹത്തിൻ്റെ ഘടകത്തിൽ? കാരണം ഇപ്പോഴും കേരളത്തിലെ കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഇളവ് നൽകുമോ? അല്ല, ഇളവ് നൽകിയിട്ടുണ്ട്. ആ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലാണ്, നിലവിലുണ്ട്. അതുകൊണ്ട് അത് മാറ്റേണ്ട സാഹചര്യമില്ല. ഇല്ല. അല്ല, ഈ അദ്ദേഹത്തിന് അപ്പോൾ കുറച്ചാൾക്ക് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് കുറച്ചാൾക്കൊന്നുമില്ല. കേരളത്തിലാകെ, ഇന്ത്യയിലാകെ ഒരാളുള്ളൂ പിണറായി വിജയൻ. കേരളത്തിലെ പാർട്ടി ഇന്ത്യയിലാകെ ഈ ഇളവ് ഇപ്പോൾ ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ, അത് സഹ പിണറായിയാണ്. അതെന്താ കാരണം വെച്ചാൽ കേരളത്തിലെ ഇന്ന് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണം നടത്തുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി സഹ പിണറായിയാണ്. അപ്പോൾ പിണറായിയുടെ കൂടി ഭാഗമായിട്ട് പാർട്ടിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ടിയെ ചേർത്തുകൊണ്ടാണ് പാർട്ടിയും പിണറായി എല്ലാം ചേർന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ള സമീപനം തന്നെയാണ് പാർട്ടി സെൻട്രൽ കമ്മിറ്റി. പോളിറ്റ് ബ്യൂറോ അംഗമായും തുടരും, അങ്ങനെയാണോ? പോളിറ്റ് ബ്യൂറോ അംഗം ആവണോ ഇല്ലയോ കൊണ്ട് തീരുമാനിക്കുന്നത് ഇവിടെ ഈ സമ്മേളനമല്ലോ, അത് അവിടെ തീരുമാനിക്കും. പ്രായപരിധിയുടെ പേരിൽ ജി സുധാകരനെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒഴിവാക്കപ്പെടുന്ന നേതാക്കന്മാരും ഒഴിവാക്കപ്പെട്ടുപോയിട്ടുള്ള നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവരെ കുറേയും കൂടി ഫലപ്രദമായിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, ഇപ്പോൾ ഇതിനേക്കാൾ കൂടുതലായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം പാർട്ടി സെൻട്രൽ കമ്മിറ്റി തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ജി സുധാകരനോടും ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഇത് തന്നെയാണ്. ജി സുധാകരനെ പോലുള്ള സഹാക്കളെല്ലാം ഇപ്പോഴും പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിച്ച് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള കേഡർമാരുടെ ശേഷിയെ നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനാവും എന്ന കാര്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒഴിവാക്കിയവരും ഇനി ഒഴിവാക്കാൻ പോകുന്നവർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ പാർട്ടി സെൻട്രൽ കമ്മിറ്റി ഒരു വ്യക്തതയുണ്ടാക്കണം എന്നാണ് ഞങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്താണ് MV ഗോവിന്ദനുമായി സംസാരിച്ചത്. ശ്രീജിത്ത്, കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെ ആ പ്രായപരിധി ഇളവ് അത് തുടരും എന്ന് MV ഗോവിന്ദൻ പറയുമ്പോൾ ഒരു മൂന്നാം ഊഴം LDF-നുണ്ടാകുമോ എന്ന ചർച്ചകൾ അന്തരീക്ഷത്തിൽ സജീവമായി നിൽക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ തീരുമാനം? അനുജ, കേരളത്തിലെ CPIM-ലും രാജ്യത്തെ CPIM-ലും മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള അനുഷേധ്യ സ്ഥാനത്തിൻ്റെ അടയാളമാണ് MV ഗോവിന്ദൻ്റെ പ്രതികരണം. അടുത്ത 2026 കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെയായിരിക്കും കേരളത്തിലെ പാർട്ടിയെ നയിക്കുക എന്ന കാര്യം കൂടി ഈ MV ഗോവിന്ദൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. രാജ്യത്ത് ഈ പ്രായപരിധി മാനദണ്ഡത്തിൽ ഇളവ് ലഭിക്കുന്ന ഏക CPM നേതാവ് ഈ പിണറായി വിജയൻ മാത്രമാണ് എന്നാണ് MV ഗോവിന്ദൻ അടിവരയിട്ട് പറയുന്നത്. അതിന് കാരണം കേരളത്തിലെ CPM-നെ നയിക്കുന്നു, രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നീ ചോദ്യം ചെയ്യപ്പെടാത്ത വസ്തുതകളാണ് പിണറായി വിജയൻ ഏറ്റവും അനുകൂലമായ ഘടകം. കണ്ണൂർ പാർട്ടി കോൺഗ്രസ്സാണ് CPM-ന്റെ നേതൃസമിതികളിൽ അംഗമാകുന്നതിന് 75 വയസ്സ് പ്രായപരിധി എന്ന തീരുമാനമെടുത്തത്. അതിന് ഭരണഘടനാ ഭേദഗതിയും പാർട്ടി കോൺഗ്രസ് നടത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നടക്കുന്ന സമ്മേളനങ്ങളെല്ലാം 75 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രായപരിധി നടപ്പിലാക്കുന്നത് ഇത്തവണ കേരളത്തിലെ സംസ്ഥാന കമ്മിറ്റിയിലും തുടരും. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം ഇളവുണ്ടാകും എന്ന കാര്യമാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം ഊഴം അനുജ സൂചിപ്പിച്ച പോലെ ഒരു മൂന്നാം ഊഴം ലക്ഷ്യമിട്ടുള്ള ശക്തമായ പ്രവർത്തനത്തിലേക്ക് CPIM പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ ഉടൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മുൻകൈയിൽ നടക്കും. ആ മുൻകൈയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കുന്നതും നയിക്കുന്നതും പിണറായി വിജയനായിരിക്കും. അതിന് അദ്ദേഹത്തിന് ഈ ആവശ്യമായ സംഘടനാ ഇളവാണ് ഇപ്പോൾ നൽകാൻ പോകുന്നത്. ശരി, പിണറായി വിജയന് പ്രായപരിധി ഇളവ് തുടരും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം MV ഗോവിന്ദൻ ഇന്ന് ശ്രീജിത്തിനോട് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്നാൽ പ്രായപരിധി മാനദണ്ഡം എന്നുള്ളത് തുടരുകയും ചെയ്യുമെന്നുള്ളതാണ്. ഈ വിഷയത്തിലുള്ള ജി സുധാകരന്റെ പ്രതികരണം നമ്മൾ ഇന്ന് തേടിയിരുന്നു. പ്രായമല്ല, യോഗ്യതയാണ് മാനദണ്ഡമാകേണ്ടത് എന്നാണ് മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ പറഞ്ഞത്. തനിക്ക് 10 വർഷം കൂടി പ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നു, പക്ഷേ മാനദണ്ഡം കൊണ്ടുവന്നുവെന്നും തനിക്കതിൽ പരാതിയില്ലെന്നും ജി സുധാകരൻ 24-നോട് പറഞ്ഞു. പിണറായി വിജയന് പ്രായപരിധി ഇളവ് അനുവദിക്കുന്നതിൽ സന്തോഷമെന്നും ജി സുധാകരൻ പ്രതികരിച്ചു. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യോഗ്യതയാണ്. അങ്ങനെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ പ്രായപരിധി കഴിഞ്ഞെങ്കിലും പിണറായിയാണെന്ന് പാർട്ടി തീരുമാനിച്ചു. ഒരിക്കൽ കൂടി അങ്ങനെ തീരുമാനിക്കുമെന്ന് ഗോതമാഷ് പറയുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. കാരണം യോഗ്യതയാണല്ല, പ്രായമല്ല തീരുമാനം അല്ല. എന്റെ കാര്യം ഞാൻ പറയുന്നതല്ല. എനിക്കൊരു 10 വർഷം കൂടി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നടത്താൻ യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു മാനദണ്ഡം കൊണ്ടുവന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ മാറി. ഞാനതിനെതിരെ അതിന് പരാതി ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്, യോഗ്യതയാണ് മാനദണ്ഡമെന്ന് ഇപ്പൊ ഗവർണർ മാഷിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തെളിയിക്കുകയാണ്.
വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് ഇനി. കൂട്ടക്കുരുതിക്ക് പിന്നിൽ കടം മൂലം കുടുംബം തകരുമെന്ന അഫാന്റെ ചിന്ത എന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അഫാന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. കൊലപാതകങ്ങൾക്കിടെ പ്രതി അഫാൻ ബാറിൽ പോയി മദ്യപിച്ചെന്നും മദ്യം പാഴ്സൽ വാങ്ങിയെന്നും പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന് തൊട്ടു മുൻപുള്ള ഫർസാനയുടെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. തളർന്ന് കിടക്കുകയാണ്. തലയൊക്കെ ഒന്നും സംസാരമൊന്നും ക്ലിയർ ആവില്ല. ഒരുപാട് മുറിവാണ്. വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതുപോലെ പൈസ പ്രശ്നങ്ങളുണ്ട്. പൈസകൾ ഞാൻ സഹായിച്ചിട്ടുണ്ട്, എന്നെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഭാവി ജീവിതം തകർന്നെന്ന നിരാശ കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. വിദേശത്തുള്ള പിതാവിന്റെ ബിസിനസ് തകർന്നതോടെ നല്ല രീതിയിലായിരുന്ന ജീവിതത്തിൽ കടം കയറി. ബന്ധുക്കളും നാട്ടുകാരും പണം തിരികെ ചോദിച്ചത് നിരാശ വർദ്ധിപ്പിച്ചു. സ്വപ്നം കണ്ടതൊന്നും നടക്കില്ലെന്ന തോന്നൽ ഉമ്മയെയും സഹോദരനെയും കൊന്ന് ആത്മഹത്യ ചെയ്യാമെന്ന ചിന്തയ്ക്ക് കാരണമായി. പണമില്ലാത്തപ്പോൾ പുതിയ ബൈക്ക് വാങ്ങിയതിനെയും പ്രണയത്തെയും കുറ്റപ്പെടുത്തിയതും സാമ്പത്തികമായി സഹായിക്കാത്തതും ലത്തീഫിനോടും സാജിദയോടും വൈരാഗ്യമായി. ഫർസാനയുടെ ആഭരണം അഫാൻ പണയം വെച്ചിട്ടുണ്ട്. തന്റെ മരണശേഷം ഫർസാനയെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമെന്ന തോന്നൽ ആ കൊലയിലേക്കും നയിച്ചു. സ്വന്തം അമ്മയെ ആക്രമിച്ചു. പിതൃമാതാവ്, പിതൃ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യ സാജിദ എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം വെഞ്ഞാറമൂട്ടിലെ ബാറിൽ പോയി മദ്യപിച്ച അഫാന്റെ രീതി പോലീസിനെ ഞെട്ടിച്ചു. ഫർസാനയും അനുജനെയും കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ വെച്ചും മദ്യപിച്ചു. മദ്യത്തിലൊഴിച്ചാണ് എലിവിഷം കഴിച്ചതെന്നും പോലീസ് സംശയിക്കുന്നു. ഫർസാന വീട്ടിൽ നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് നടന്നു പോകുന്ന ഈ ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായകമാണ്. കൊലപാതകത്തിന് തൊട്ടു മുൻപ് വൈകിട്ട് 3:31 മുക്കന്നൂരിലെ വീട്ടിൽ നിന്ന് ഫർസാന വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോകുന്നതാണ് ദൃശ്യങ്ങൾ. 4:15 ഫർസാനയെ കൊലപ്പെടുത്താൻ സഹോദരൻ അഫ്സാനെ ഭക്ഷണം വാങ്ങിക്കാൻ വിട്ട് ഒഴിവാക്കിയെന്ന് പോലീസ് ഇന്നലെ കണ്ടെത്തിയിരുന്നു. 24 തിരുവനന്തപുരം. കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്നുള്ളത് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ നീക്കും. അടൂർ പ്രകാശോ ബെന്നി ബെഹനാനോ KPCC പ്രസിഡന്റ് ആയേക്കും. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കുമെന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, റോജി എം ജോൺ എന്നിവരുടെ പേരുകളാണ് പരിഗണനാ പട്ടികയിൽ. സംസ്ഥാന നേതൃത്വത്തെ നയിക്കാൻ ഈഴവ സമുദായത്തിൽ നിന്നുള്ള നേതാവ് വേണമെന്ന ആവശ്യം ശക്തമാവുകയാണെങ്കിൽ അടൂർ പ്രകാശിന് തന്നെയാണ് നറുക്ക് വീഴുക. DCC അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടാകും. ഏത് തീരുമാനവും അനുസരണയോടെ അംഗീകരിക്കുമെന്നും തനിക്കൊരു പരാതിയുമില്ലെന്നും കെ സുധാകരൻ. ആയിക്കോട്ടെ, മാറ്റിയാലെന്താ കുഴപ്പമോ? മാറ്റിക്കോട്ടെ. AICCക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് തന്നെ മാറ്റണമെന്നാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു പരാതിയുമില്ല, തൃപ്തനാണ്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന അസമിലും PCC അധ്യക്ഷനെ മാറ്റിയേക്കും. ഗൗരവ് ഗൊഗോയ് അധ്യക്ഷനായേക്കും. വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗത്തിൽ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാകും പ്രധാന ചർച്ച. തിരഞ്ഞെടുപ്പിന് 6 മാസം മുൻപെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള സാധ്യതയും തേടും. 24 ഡൽഹി. വിവാദങ്ങൾ തുടരവേ ഡോക്ടർ ശശി തരൂർ MP നൽകിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം പുറത്ത്. കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞ ഡോക്ടർ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിക്കുന്നുമുണ്ട്. BJP തന്റെ ഓപ്ഷൻ അല്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കുന്നു. അഭിമുഖത്തിൽ CPIM-നെ ശശി തരൂർ പ്രശംസിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. 49 മിനിറ്റുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപത്തിലും ഡോക്ടർ ശശി തരൂരിന്റെ നിലപാടുകളിലും വിമർശനങ്ങളിലും മാറ്റമില്ല. കോൺഗ്രസിന് തന്നെ വേണ്ടെങ്കിൽ വേറെ പാടു നോക്കാമെന്ന് ശശി തരൂർ പറയുന്നു. കേരളത്തിൽ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം തരൂർ തുറന്നു പറയുന്നു. എനിക്ക് സമയം എന്താ പറയുക, എനിക്ക് എന്റെ സമയം ചെലവാക്കാൻ ഓപ്ഷൻസ് ഇല്ല എന്ന് വിചാരിക്കരുത്. ആ ഓപ്ഷൻസ് എപ്പോഴും എനിക്ക് ഉണ്ട്. BJP തന്റെ ഓപ്ഷനല്ലെന്ന് അഭിമുഖത്തിൽ ഡോക്ടർ ശശി തരൂർ വ്യക്തമാക്കുന്നുണ്ട്. അധികാരത്തിലെത്താൻ BJP കാണിച്ച കഴിവ് കോൺഗ്രസിനില്ലെന്ന് വിമർശനവും. BJPയിൽ ചേരാനുള്ള സംസാരം ഞാൻ ഒരിക്കലും ആരോടും കഴിച്ചില്ല. കാര്യം അങ്ങനെ ഒരു ഉദ്ദേശമില്ല, അതെൻ്റെ മനസ്സിലേ ഇല്ല. ദേശീയ സ്ഥിതിയിൽ BJP കാണിച്ച കഴിവ് ഞങ്ങൾക്ക് ഒരേപോലെ കാണിക്കാൻ സാധിച്ചിട്ട് പല സംസ്ഥാനങ്ങളിലും. അഭിമുഖത്തിൽ CPIM-ന് തല്ലും തലോടലുമുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾ കാലത്തിന് പിന്നിലെന്ന് വിമർശനം. കേരളത്തിൽ അധികാരത്തിലെത്താൻ CPIM കാണിച്ച കഴിവ് കോൺഗ്രസിനില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ പഴയ ഐഡിയോളജിയും ഞാൻ എതിരിച്ചിട്ടുണ്ട്. അർത്ഥം അവരെപ്പോഴും എല്ലാ വിഷയത്തിലും പുതിയ കണ്ടുപിടുത്തം വരുമ്പോൾ എതിരിക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടികളാണ്. കേരളത്തിൽ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ CPM കാണിച്ച ആ കഴിവ് നമ്മൾക്ക് കോൺഗ്രസിന് കാണിക്കാൻ സാധിച്ചില്ല. അത് എൻ്റെ ചുമതലയല്ല, പക്ഷെ ഞാനത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ തെറ്റ് കാണുന്നില്ല. കാര്യം ഞാൻ കണ്ടതാണ്.
ഭരണത്തിലായാലും പ്രതിപക്ഷത്തായാലും നാട് നന്നാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ശശി തരൂർ നിലപാട് വ്യക്തമാക്കുന്നു. രാഷ്ട്രീയത്തിൽ വരുന്നത് ഭരണം ലഭിക്കാൻ മാത്രമാണെന്ന ചിന്ത തനിക്കില്ലെന്നും ശശി തരൂർ അഭിമുഖത്തിൽ പറയുന്നു. 24 ഡൽഹി. ഡോക്ടർ ശശി തരൂർ ക്രൗഡ് പുള്ളറായ രാഷ്ട്രീയ നേതാവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. UDFന്റെ നല്ല പ്രചാരകനാണ് ശശി തരൂർ. എല്ലാ പാർട്ടികളും മുന്നണിയെ ശക്തിപ്പെടുത്താൻ തയ്യാറാകണമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. UDFന്റെ നല്ലൊരു ക്യാമ്പയിനറായിട്ട് തന്നെ തരൂരിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്. ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ UDFനൊക്കെ നല്ല ഗുണം ചെയ്യും. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള ഇന്ന് സമാപിക്കും. ത്രിവേണി സംഗമത്തിലെ ശിവരാത്രി സ്നാനത്തോടെയാണ് സമാപനമാവുക. 64 കോടിയോളം പേർ ഇത്തവണ കുംഭമേളയ്ക്ക് എത്തിയെന്നാണ് കണക്ക്. പ്രയാഗ്രാജിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തത്സമയ വിവരങ്ങളുമായി. ബൽറാം, 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന തീർത്ഥാടക സംഗമമാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ 1.5 മാസത്തോളമായി രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന്, ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്നായി വിശ്വാസികൾ ഒഴുകിയെത്തിയ ത്രിവേണി സംഗമത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ഇവിടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ആയിരക്കണക്കിന് 10,000കണക്കിന് തീർത്ഥാടകരാണ് ത്രിവേണി സംഗമത്തിൽ സ്നാനത്തിനായി ഈ ഒരു സമയത്തും എത്തിക്കൊണ്ടിരിക്കുന്നത്. ത്രിവേണി സംഗമത്തിലെ നദിയുടെ 2 കരകളിലും ഇത്തരത്തിൽ ഒരേപോലെ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ 3:30 മുതൽ തന്നെ ഇതേ കാഴ്ചയാണ് ത്രിവേണി സംഗമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവസാന സമയത്തേക്ക് അടുക്കുമ്പോൾ തിരക്ക് അല്പം കൂടി വർദ്ധിക്കുന്നതായാണ് നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത്. ഇന്നായിരിക്കും ഈ 45 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക എന്ന് തന്നെയാണ് അധികൃതരും വ്യക്തമാക്കുന്നത്. 2 കോടിയോളം ആളുകൾ ഇന്ന് സ്നാനത്തിനായി എത്തുമെന്നാണ് കണക്കാക്കിയിരുന്നത് എങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിയതായാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ബാരിക്കേഡുകൾ, നിയന്ത്രണങ്ങൾ, വഴി നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. എങ്കിൽ പോലും ഇപ്പോഴും തിരക്ക് ശമിച്ചിട്ടില്ല. ഈ ഘട്ടത്തിലും ഇനി ഈ മഹാകുംഭമേള പൂർത്തിയാകാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുജ, ശരി. ശിവരാത്രി സ്നാനത്തോടെയാണ് ത്രിവേണി സംഗമത്തിലെ ശിവരാത്രി സ്നാനത്തോടെ മഹാകുംഭമേളയ്ക്ക് സമാപനമാകും. ഇത്തവണ 64 കോടിയോളം പേർ കുംഭമേളയ്ക്ക് എത്തി എന്നുള്ളതാണ്. പ്രയാഗ്രാജിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. ഇന്ന് ശിവരാത്രിയാണ്. ആഘോഷ നിറവിലാണ് നാട്. വ്രതാനുഷ്ഠാനങ്ങളോടെ പിതൃതർപ്പണത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് ആലുവ മണപ്പുറം. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇത്തവണയും ശിവരാത്രി ആഘോഷങ്ങൾ. ആലുവ മണപ്പുറത്ത് നിന്ന് അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, വലിയ തിരക്കാണോ പിതൃതർപ്പണത്തിനായി എത്തിയ ഭക്തരുടെ ആലുവ മണപ്പുറത്ത്? അനുജ, തീർച്ചയായും വലിയ ഭക്തജന തിരക്ക് ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി ആരംഭിച്ച് നാളെ പകൽ 10 മണി വരെയാണ് ഈ ശിവരാത്രിയോടനുബന്ധിച്ചുള്ള പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുക. നാളെ കുംഭമാസത്തിൽ അമാവാസി കൂടിയാണ്. രാവിലെ വലിയ തിരക്ക് ഉണ്ടാകും. ഇന്ന് രാത്രി അർദ്ധരാത്രി കഴിയുന്നതോടുകൂടിയാണ് ഈ ബലിതർപ്പണ ചടങ്ങുകളിലേക്ക് കടക്കുക. 116 ബലിത്തറകളാണ് ഈ ദേവസ്വം ബോർഡ് തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തർക്കെല്ലാം കൃത്യമായി തന്നെ ബലിതർപ്പിച്ച് മടങ്ങാനുള്ള സൗകര്യമുണ്ട്. 2000-ഓളം പോലീസുകാരെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അല്പസമയം മുമ്പാണ് മന്ത്രി പി രാജീവ്, ഒപ്പം ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള ആളുകൾ എത്തി ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. ഈ ആലുവ മണപ്പുറത്തിന് പുറമെ തന്നെ ഈ പുഴയ്ക്കക്കരെയുള്ള ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. എന്തായാലും രാത്രിയോടുകൂടി തന്നെ ഈ ആലുവ മണപ്പുറം ഭക്തരെ കൊണ്ട് തിങ്ങി നിറയുന്ന കാഴ്ച കാണാനാകും. അനുജ, ശരി. പിതൃതർപ്പണത്തിനൊരുങ്ങി ആലുവ മണപ്പുറം. ഇന്ന് ശിവരാത്രിയാണ്. ശിവരാത്രി നാളിൽ വിപുലമായ പരിപാടികളുമായി കോയമ്പത്തൂരിലെ ഇഷ യോഗ കേന്ദ്രം. നാളെ പുലരും വരെയാണ് ആഘോഷങ്ങൾ. കേന്ദ്രമന്ത്രി അമിത് ഷാ മുഖ്യ അതിഥിയാണ്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. सर्वपापेभ्यो एकबिल्वं शिवार्पणम् अखण्डबिल्वपत्रेण पूजिते नन्दिकेश्वरे शुध्यन्ति सर्वपापेभ्यो एकबिल्वं शिवार्पणम् शालिग्रामशिलामेघां बिभ्राणां The dream of many enlightened beings, the Dhyana Linga,
which was consecrated by Sadhguru after 3 years of intense process of Prana Pratishtha, a pure energy process wherein നാളെ പുലരും വരെയാണ് ആഘോഷം. കേന്ദ്രമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് വരുന്ന വാർത്ത, NITയിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. അവിടെ ഗോഡ്സെയെ അനുകൂലിച്ച് പരാമർശം നടത്തിയ ഷൈജ ആണ്ടവനെ ഡീനാക്കിയതിൽ വലിയ പ്രതിഷേധം നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അതിലുള്ള പ്രതിഷേധമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കോഴിക്കോട് NITക്ക് മുന്നിൽ നടക്കുകയാണ്. ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കമന്റ് അത് മുൻപ് വിവാദമായതാണ്. ഇപ്പോൾ അവർക്ക് സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി. കോൺഗ്രസ് ഒക്കെ നേരത്തെ ഇതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, എങ്ങനെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം? അനുജ, അല്പസമയം മുമ്പാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം NITയിലേക്ക് എത്തിയത്. NIT കവാടത്തിന് മുന്നിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. 50-ലധികം പ്രവർത്തകരുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമാണ് ഉണ്ടായത്. പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ NITക്ക് മുന്നിലുള്ള റോഡിന് മുന്നിൽ, കവാടത്തിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. ചെറിയ രീതിയിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഈ വിഷയം നമുക്കറിയാം, വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് നേരത്തെ ഇടയാക്കിയ ഒരു സംഭവമാണ്. ഗോഡ്സെയെ പ്രകീർത്തിച്ചുകൊണ്ട് NIT പ്രൊഫസർ ഇത്തരത്തിൽ ഒരു കമന്റ് ഇട്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ ആ പ്രൊഫസർക്കാണ് ഡീനായി സ്ഥാനക്കയറ്റം നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ടായിരുന്നു. നാളെ SFIയുടെ മാർച്ച് ഇങ്ങോട്ടുണ്ട്. അതെ, വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ NITക്ക് മുന്നിൽ. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഗോഡ്സെയെ പ്രകീർത്തിച്ച പ്രൊഫസർ ഷൈജ ആണ്ടവന് ഡീനായി സ്ഥാനക്കയറ്റം നൽകിയുള്ള പ്രതിഷേധമാണ്. നാളെയും പ്രതിഷേധം തുടരും. SFIയുടെ പ്രതിഷേധം നാളെ ഉണ്ടാകും. മിഥിലയാണ് വിവരങ്ങൾ നൽകിയത്. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാൽ രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് സ്ഥിരമായി വിലക്കണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു. നിയമനിർമ്മാണ സഭകളുടെ പരിധിയിൽ വരുന്ന വിഷയമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ആജീവനാന്ത വിലക്ക് കടുത്ത നടപടിയെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. വിനീത വിജയ് വിവരങ്ങളുമായി. വിനീത, ഇക്കാര്യത്തിൽ എന്താണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ള നിലപാട്? അനുജ, അതായത് ഈ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് സ്ഥിരമായി വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു ഹർജി. ഈ ഹർജിക്കെതിരെയാണ് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ എതിർ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ നിയമനിർമ്മാണ സഭകളുടെ പരിധിയിൽ വരുന്ന വിഷയമാണിതെന്നാണ് കേന്ദ്രം ഈ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആജീവനാന്ത വിലക്ക് ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഏർപ്പെടുത്തുന്നത് അതൊരു കടുത്ത നടപടിയാണെന്നും കേന്ദ്രം ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആജീവനാന്ത വിലക്കിന് പകരം ഒരു 6 വർഷത്തെ വിലക്ക് മാത്രം ഈ കാര്യത്തിൽ മതിയാകുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അതും ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ നൽകിയ ഹർജിയിലാണ് കേന്ദ്രം ഇത്തരത്തിലേക്കൊരു മറുപടി നൽകിയിരിക്കുന്നത്. ശരി, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താസന്ധ്യ അവസാനിച്ചു. ഇനി പൊതുജനം കഴുതിയല്ല സാർ TK റീജിത്തിനൊപ്പം. നമസ്കാരം.